Welcome to the Spoken English class from English with SC. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ വളരെ പ്രധാനമായ ഭാഗങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ കൺക്ലൂഡിംഗ് പാർട്ട്, അതായത് എല്ലാം ഉൾപ്പെട്ട ഒരു പാർട്ടാണ് ഇന്നത്തേത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക. ഏറ്റവും അവസാനമായി വളരെ വിത്തിൻ 10 minutes എങ്ങനെയാണ് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട ടിപ്സ് കൊടുത്തിട്ടുണ്ട്. സോ വാച്ച് ടിൽ ദ ലാസ്റ്റ്. അതുപോലെ ഇതിനു മുമ്പുള്ള വീഡിയോകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോസ്, സബ്സ്ക്രൈബ് ദ ചാനൽ, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഇനി നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ കൺക്ലൂഡിംഗ് പാർട്ടിലേക്ക് കടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം റിപ്പോർട്ടഡ് സ്പീച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ട എക്സർസൈസുകളിലൂടെയാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സർസൈസുകൾ ഓരോന്നായി ചെയ്യാം. അതായത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എക്സർസൈസ് ചെയ്യണം, അതിനുശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോസ്, സബ്സ്ക്രൈബ് ദ ചാനൽ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പഠിച്ചത് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ദാറ്റ് ഈസ് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് WH ക്വസ്റ്റ്യൻസ് ഓർ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ഓർ ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വി സ്റ്റഡീഡ് ഓൺ റിക്വസ്റ്റ് കമാൻഡ്, ദാറ്റ് ഈസ് ഇംപെറേറ്റീവ് സെൻറ്റൻസ്. ഓക്കെ, requested, commanded, ordered, like that, imperative sentence. Then exclamatory sentences. These sentences we studied very well in the last videos, that is 1 to 4 videos we studied it. That is in the spoken English class, or when you like to speak fluent English, you have to study reported speech well. നന്നായി റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഞാൻ ഈ ക്ലാസ്സുകളിലൂടെ കടന്നു പോകുന്നത്. ഒപ്പം തന്നെ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിനും SSLC +2 വിദ്യാർത്ഥികൾക്കും ഒക്കെ നന്നായി എക്സാമിന് പങ്കെടുക്കുവാൻ റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായ ക്ലാസ്സുകൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകമായും ഇത് പ്രത്യേകം പഠിക്കുക, അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തന്നെ തുടങ്ങുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ 5-6 ക്വസ്റ്റ്യൻസ് പറഞ്ഞിരുന്നു. എന്നിരുന്നാലും ഇവിടെ each and every tense changes and pronoun changes, everything I am going to say. Okay, the first one I am saying to Leela said, I study English. ഞാൻ എന്തിനാണ് ഇങ്ങനെ സെൻറ്റൻസ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഏത് രീതിയിലാണ് പ്രസൻറ്റ്, പാസ്റ്റ് മുതലായ കാര്യങ്ങൾ. ഇവിടെ ഐ സ്റ്റഡി ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നതിനെ എങ്ങനെയാണ് നാം അത് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതാണ് അടുത്തത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നാം ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ ചേഞ്ചസ് മാത്രമാണ് പറയുന്നത്. ലീല സെഡ്, that is in from direct speech, indirect comma should be changed and add the conjunction that. എന്നിട്ട് ലീലയ്ക്ക് പകരമാണ് ഇവിടെ ഐ ഉപയോഗിക്കുന്നതുകൊണ്ട് ഐ പ്രോനൗൺ ചേഞ്ച് ചെയ്യുന്ന എന്താവണം, ഷീ എന്ന് ചേഞ്ച് ചെയ്യുക. ദെൻ സ്റ്റഡി എന്ന ഡു ഡസ് ഫോം. ഓക്കെ, സ്റ്റഡി എന്ന ഡു ഡസ് ഫോം എന്തായി മാറണം, സ്റ്റഡീഡ്. ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ്, സ്റ്റഡീഡ് ആയി. അപ്പോൾ ഇവിടെ വന്ന് ചേഞ്ച് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഡു ഡസ് ഫോം എന്തായി ചേഞ്ച് ചെയ്യുന്നു, ഡിഡ് ഫോം ആയി ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഡു ഡസ് ഫോം ഡിഡ് ഫോം ആയി ചേഞ്ച് ചെയ്യുന്നു. അതായത് ഇവിടെ സ്റ്റഡീഡ് ആയിട്ടുണ്ടെങ്കിൽ ലവ് എന്താവും, ലവ്സ് ഡൗഡായി മാറും. ലവ്സ് എന്താവും, അതും എന്തായി മാറും,
ലൗഡായി മാറും. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ റൂൾ നമ്മൾ പഠിച്ചത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഈസ് studied it, I think. The next is Leela said, Leela വെച്ചിട്ട് തന്നെ പറയട്ടെ, I studied English. ഓക്കെ, അപ്പോൾ ഇതെന്തായി മാറും? ഇവിടെ നമ്മൾ പറഞ്ഞ നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് നമുക്ക് എഴുതാം. ലീല സെഡ് ദാറ്റ്, ഐ എന്തായി മാറുന്നു? ഷീ. ഇനി സ്റ്റഡീഡ് എന്തായി മാറണം? ഡിഡ് ഫോം ഓഫ് ദ വെർബ് ഈസ് ചേഞ്ച്ഡ് ഇൻടു ഹാഡ് പ്ലസ് V3. അപ്പം സ്റ്റഡീഡ് എന്നതിൻ്റെ V3 ഫോമും സ്റ്റഡീഡ് തന്നെയല്ലേ? അപ്പം ഷീ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റഡീഡ് അഥവാ ഡിഡ് വെർബ് എന്തായി മാറുന്നു? ഹാഡ് പ്ലസ് V3 എന്ന ഫോമിലേക്ക് മാറുന്നു. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. തേർഡ് ക്വസ്റ്റ്യൻ. Leela said, I am studying English. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ മാറും? Leela said that, ഐ എന്താവുന്നു? ഷീ. ഇനി ആം, ഈസ്, ആർ എന്തായി മാറുന്നു? വാസ് ഓർ വെയർ ആയി മാറുന്നു. അപ്പൊ ഇവിടെ എന്ത് മാറണം? ഷീ ആവുമ്പോൾ സബ്ജക്റ്റിനനുസരിച്ച് ഷീ വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഓക്കെ, ഇനി ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ നോക്കൂ. ലീല സെഡ് you are studying English. അതെന്താവുമെന്ന് പറയാമോ? ചിന്തിച്ചു നോക്കാമോ? ഇപ്പൊ ഇത് ലീല രാജുവിനോടാണ് നീ ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് പറയുന്നതെങ്കിൽ രാജുവാണ് ഇവിടെ യു അല്ലേ? അല്ലെങ്കിൽ ഒരു കൂട്ടം സ്റ്റുഡൻസിനോടാണ് പറയുന്നതെങ്കിൽ ആ ഒരു കൂട്ടം സ്റ്റുഡൻസ് ആയിരിക്കും ആ യു. അപ്പോൾ ഇവിടെ ഈ യു രാജു ആണ് എന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടൊന്ന് പറയൂ. ലീല സെഡ് ദാറ്റ്, യുവിന് പകരം രാജു വരുമ്പോൾ അവിടെ എന്താവും? ഹീ. ആർ സ്റ്റഡിയിങ് എന്താവും? വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അല്ലേ? അപ്പോൾ ലീലയുടെ സ്ഥാനത്ത് ഇവിടെ രാജു പറഞ്ഞതുകൊണ്ടാണ്. ഇനി നമ്മൾ പറയുന്നു ലീലയുടെ യുവിന്റെ സ്ഥാനത്ത് രാജു പറഞ്ഞുകൊണ്ട് ഇവിടെ ഹി ആയി. ഇനി യുവിന്റെ സ്ഥാനത്ത് ഒരു കൂട്ടം സ്റ്റുഡൻസ് ആണെങ്കിൽ എന്ത് പറയും? ലീല സെഡ് ദാറ്റ്. എന്താണ് ലീല പറഞ്ഞത്? ആ സ്റ്റുഡൻസ് ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു എന്ന ആ കുട്ടികൾ, കുറേ കുട്ടികളുണ്ട്. അപ്പം സ്റ്റുഡൻസിന് പകരം ഇവിടെ എന്ത് പറയണം? ദേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആറ് രാജു ആയതുകൊണ്ടാണ് ഇത് വാസായത്. ആ സമയത്ത് ഈ യു എന്നുള്ളത് ദേ ആവുമ്പോൾ അവിടെ എന്ത് വരണം? ആർ എന്തായി മാറണം? ദേ വെയർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ആം, ഈസ് എന്നിവ വാസ് ഓർ വെയർ ആവും. പക്ഷേ ഇവിടെ പറഞ്ഞ പ്രകാരം യു ഹാവ് ടു തിങ്ക് അബൌട്ട് to whom this sentence is going to do. That is, here
you is taken as Raju, so that instead of you, we change it as he. Then the next sentence, we suppose the you as a lot of students. Then we have to change this you to they. Okay, that is our ennu parayunna arthathil. So the you are is changed to, in the first sentence as he was, avan ennadine was aanu kuda varendadu, like he aanu subject. Then in the second sentence, the you is changed to they and the are is changed into where. So you have to understand one thing, according to the subject, you have to change the verbs also. Auxiliary verbs, especially the auxiliary verbs. Okay, that is the next thing. That is, what's the rule here? Is or are is changed into was or were. Okay, that is the next change. The next we have to change. Leela said, different situation you have to understand, so that I am using the same subject, Leela. Okay. You are, sorry, we studied are. You were studying English. English പഠിക്കുകയായിരുന്നു. Then the next sentence, Leela said, I was studying English. Okay. Then what is the first sentence? Leela said you were studying English. Then what is the change in was or were? Here Leela said you. You may be supposed as she or he. ആരെങ്കിലും ആവട്ടെ, രാജു ആവാം, രാധ ആവാം, ആരായാലും അവിടെ she അല്ലെങ്കിൽ he അല്ലെങ്കിൽ they ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ he എന്ന് എഴുതുന്നു. He വേറെന്താവണം? had been studying English. Okay. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ആയിട്ട് Leela said I was എന്താണ് ലീലയാണ്. അപ്പോൾ she was എന്താവണം? had been ആവണം. അപ്പോൾ she had been studying English. ഓക്കെ, അപ്പോൾ അതും അങ്ങനെ കറക്റ്റ് ആയി. ഓക്കെ, I think you have to understand this different type of tense forms. That is, in the next rule we studied, what was that? Was or were is changed into what? Had been. Okay. Okay, there is no problem at all. Was or were is changed to had been. The next rule is, we studied has or have is changed to had and had is changed to had or had. There is no, I think there is no, you don't need any example for differentiating that. അപ്പോൾ അതിൻ്റെ വിശദമായിട്ട് പറഞ്ഞു പോയി നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിനു മുമ്പ് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ വരുന്നുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് the first videos. Then you should subscribe the channel, like, share and comment. If there is any doubts or any problems you focus, then just comment me. Okay, then in the next we have to change the questions, isn't it? അപ്പോൾ ഞാൻ പറയാണ്, വീട്ടിൽ ലീലയെ തന്നെ ഞാൻ മെൻഷൻ ചെയ്യുന്നു. ലീല said, where are you going? Where are you going? Okay, where are you going? എവിടെ പോകുന്നു, പോവുകയാണ് എന്ന് ലീല ചോദിക്കുന്നു. അപ്പോൾ എന്താണ് അവിടെ, എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾ എങ്ങനെ, ഏത് രീതിയിൽ ക്വസ്റ്റ്യൻസ്, അത് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയാലും
interrogative question ആയാലും you have to understand one thing. The form will be maybe reporting verb or question word or if or whether, but then you have to write the subject, then auxiliary verb, then verb, then the object. In that way itself you have to write. That is, whenever you change the questions from direct to indirect speech, you have to change. It may be a reporting verb or maybe a question word or maybe if. Then after that you write subject itself. Okay? സബ്ജക്റ്റ് ആയിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻ വേർഡോ റിപ്പോർട്ടഡ് സ്പീച്ചിൽ റിപ്പോർട്ടിംഗ് വെർബോ ഇഫോ ഒക്കെ വരുന്നതിന് ശേഷം ആദ്യം എഴുതേണ്ടത് ഏതാണ്? സബ്ജക്റ്റ് തന്നെ ആയിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ലീല സെഡിന് അത് ക്വസ്റ്റ്യൻ ആണല്ലോ. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് കാണുമ്പോൾ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായല്ലോ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ലേ? ആ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതെങ്ങനെയാവണം? ലീല സെഡ് എന്തായി മാറണം? ലീല ആസ്ഡ്. ഓക്കെ, ലീല ആസ്ഡ്. അവിടെ സെഡ് നമ്മളത് അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ലീല ആസ്ഡ്. നോക്കിക്കോളൂ, ആസ്ഡ്. ദെൻ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, അതുകൊണ്ട് വേറൊന്നും ചിന്തിക്കേണ്ട. ക്വസ്റ്റ്യൻ വേർഡ് ആഡ് ചെയ്യുക. ദാറ്റ് ആഡ് ചെയ്യാൻ പാടില്ല. വെയർ, ദെൻ വിച്ച് ഈസ് ദ സബ്ജക്ട്? യു. Then which is the auxiliary verb and verb? Are going. അല്ലേ? അപ്പോൾ where you എന്നുള്ളിടത്ത് he ആവാം, she ആവാം. ഓക്കെ, where he are going എന്താവണം? was going. പിന്നെന്താണ് വേണ്ടത്? ഫുൾ സ്റ്റോപ്പ് ആണോ ക്വസ്റ്റ്യൻ മാർക്ക് ആണോ? തീർച്ചയായും പിന്നെ ഫുൾ സ്റ്റോപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ലീല said where are you going? ലീല asked where he was going. Okay, then the next type of question, that is yes or no type question. Question word question ന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ തരാം. ഓക്കെ, then Ramu said why are you dancing? ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് പറയാൻ ശ്രമിക്കോളൂ. രാമു റിപ്പോർട്ടിംഗ് വെർബ് എന്താണ്? രാമു ആസ്ഡ്. പിന്നെ ദാറ്റ് ആഡ് ചെയ്യാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ആസ്ഡ്, ദെൻ ക്വസ്റ്റ്യൻ വേർഡ് വൈ. യു എന്ത് ചെയ്യണം? ഇവിടെ വരണം. വൈ ഹി. ആർ പിന്നീട് വരണം. വൈ ഹി വാസ് ഡാൻസിങ്. ഓക്കെ, അവിടെ പിന്നെന്താണ് ഇവിടെ ഉള്ളത്? ഫുൾ സ്റ്റോപ്പ്. ഇനി ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയട്ടെ. രാജു സെഡ് ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ഹൗ ഡു യു, ഇങ്ങനെയാണ് നീ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പം ഇതെല്ലാം ഇൻട്രോഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണെന്ന് ഓർക്കുക. ഓക്കെ, ഹൗ ഡു യു ഗോ ടു സ്കൂൾ? ഗോ ടു ഉണ്ട്. അപ്പോൾ ഇതെന്താവണം? രാജു. സെഡിന് പകരം എന്ത് വരണം? രാജു ആസ്ഡ്. എന്തെഴുതണം? ഹൗ. അടുത്ത സബ്ജക്റ്റ് പറയൂ. യുവിന് പകരം ഇപ്പൊ നമുക്ക് ഷീ കൊടുക്കാം. ഇനി ഡു പ്ലസ് ഗോ, ഡു ഗോ. എന്താണിത്? ഗോ. അപ്പം ഗോ എന്താവണം? ഡിഡ് ഗോ ആവണം ഇല്ലേ? അങ്ങനെ തന്നെ ചിന്തിച്ചു പോവാം. അപ്പൊ ഡിഡ് ഗോ എന്താണ്? ഡിഡ് ഗോ എന്ന് പറഞ്ഞാൽ വെന്റ് ആണ്. ഹൗ ഷീ വെന്റ് to school. Okay, how she went to school. അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് yes or no ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, yes or no ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കൂ. ലീല said are you a teacher? Are you a teacher? അപ്പോൾ ഇത് എസ് ഓ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് അറിയാൻ ആദ്യമേ ശ്രദ്ധിക്കുക. ഇത് എന്താണ്? ഓക്സിലറി വേർബിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ലീല സെഡിന് പകരം എന്ത് എഴുതണം? ലീല ആസ്ഡ്.
ഇനി ആസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്കിവിടെ റിപ്പോർട്ടിംഗ് വെർബ് ദാറ്റ് ആഡ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും റിപ്പോർട്ടിംഗ് വെർബ് ആസ്റ്റിന്റെ കൂടെ ദാറ്റ് ആഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടോ? ഇല്ല. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തപ്പോൾ നാം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ വേർഡിന് പകരം എന്താ ആഡ് ചെയ്യണം? ക്വസ്റ്റ്യൻ വേർഡിന് പകരം ഇവിടെ യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ ആഡ് ചെയ്യണം? ഇഫ് അല്ലെങ്കിൽ വെദർ. ഓക്കെ, നമ്മൾ അങ്ങനെ വെദർ ആഡ് ചെയ്തു. വെദർ ആഡ് ചെയ്താൽ ഇവിടുത്തെ സബ്ജക്റ്റ് പിന്നെ ഏതാണ്? ഇതെപ്പോഴും നിങ്ങൾ ഓർത്തു വെക്കുക. വെദർ ആഡ് ചെയ്താൽ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? പറയൂ. യു. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഹി ഓർ ഷീ ഓർ ദേ, നമുക്ക് എന്തും എഴുതാം. അപ്പൊ ആർ യു എ ടീച്ചർ? വെദർ ഹി വരുമ്പോൾ ഇവിടെ എന്താവണം? അത് ആറ് വാസ് ആവണം. വെദർ ഹി വാസ് എ ടീച്ചർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. രാജു സെറ്റ്, ഡു യു എഗ്രി വിത്ത് മീ? ഡു യു എഗ്രി വിത്ത് മീ? ക്വസ്റ്റ്യൻ മാർക്ക് കാണുമ്പോൾ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് കാണുമ്പോൾ അത് ക്വസ്റ്റ്യൻ വേർഡിലാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, യെസ് ഓർ നോ ടൈപ്പിലാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം നാം തീരുമാനിക്കുക അത് യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണോ, അത് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആണോ എന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്ത് നമുക്ക് മനസ്സിലാക്കാം? രാജു സെഡ് ഡു യു അഗ്രി വിത്ത് മീ. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? ഇതെന്താണ്? യെസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് സെഡിന് പകരം റിപ്പോർട്ടിംഗ് വെർബ് ആസ്റ്റ് ചേർക്കാം. രാജു ആസ്റ്റ്. ഇഫ് ഓർ വെദർ ആഡ് ചെയ്യണം എന്ന് അറിയാമല്ലോ. അപ്പൊ നമ്മൾ ആഡ് ചെയ്യുന്നു വെദർ. നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇഫ് ആഡ് ചെയ്യാം. രാജു സെഡ് ഇഫ്, നമുക്ക് യുവിന് പകരം ഷീ കൊടുക്കാം. ഇഫ് ഷീ. പിന്നെ നിങ്ങൾ എടുക്കേണ്ടത് ഈ ഡൂവും എഗ്രിയും കൂടാണ്. ഡു പ്ലസ് എഗ്രി. അതിനെ എന്താക്കണം? നിങ്ങൾ എഴുതി നോക്കുക. ഡു എന്തായി? ഡിഡ് ആയി. ഡിഡ് പ്ലസ് എഗ്രി എന്തായി? ഡിഡ് പ്ലസ് എഗ്രി എഗ്രീഡ്. ഇഫ് ഷീ എഗ്രീഡ് വിത്ത് മീ. ആരാണ്? ആരെ പറ്റിയാ പറയുന്നത്? രാജുവിനെ പറ്റി. അപ്പൊ അവിടെ എന്ത് എഴുതണം? വിത്ത് ഹിം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഡു യു എഗ്രി വിത്ത് മീ? യു ഹി ഓർ ഷീ ആവും. ഡു പ്ലസ് എഗ്രി എഗ്രി ആണ്. ആ എഗ്രി എന്തായി മാറണം? ഡിഡ് പ്ലസ് എഗ്രി ആവണം, എഗ്രീഡ് ആവണം. അപ്പൊ ഇഫ് ഷീ എഗ്രീഡ് വിത്ത് മീ. ഓക്കെ, നന്നായി മനസ്സിലായി എന്ന് ഞാൻ കരുതിക്കോട്ടെ. അപ്പൊ ഒരു ക്വസ്റ്റിനൂടെ നമുക്ക് എഴുതാം. ക്വസ്റ്റ്യനിൽ നിന്നും ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എഴുതാം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇഫോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വീഡോ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് സബ്ജക്റ്റ് വരിക, നെക്സ്റ്റ് ഓക്സിലറി വേർബ്, അതിനുശേഷം ഓബ്ജക്റ്റ്. അങ്ങനെ രീതിയിൽ എഴുതാൻ ശ്രമിക്കാം. ഇനി അടുത്തത് ഹി സെഡ്. Did you open the letter? Did you open the letter? അപ്പൊ ഇവിടെ എന്തായി വരുന്നു? ശ്രദ്ധിക്കൂ. He said എന്താവുന്നു? He asked. അപ്പൊ എന്തിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഇഫ്. പിന്നെ ക്വസ്റ്റ്യൻ വേർഡിലല്ല, അത് ഓക്സിലറി വെർബ് ആണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതിവിടെ എന്ത് വരണം? ഇഫ് ഓർ വെദർ വരണം. അപ്പൊ നമ്മളിവിടെ ഇഫ് ആഡ് ചെയ്യുന്നു. അടുത്തത് നമ്മൾ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ നിങ്ങൾ ഇതിനെ പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ എന്തെങ്കിലും തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഹി ആസ്ഡ്, ഈ സെന്റൻസിൽ നിങ്ങൾ ഇങ്ങനെ എടുത്തെഴുതുക. എങ്ങനെയാണ്? ഫസ്റ്റ് സെന്റൻസിൽ ഹി ആസ്ഡ് ഇഫ് വരെ എഴുതിയതിനു ശേഷം നിങ്ങൾ ബാക്കിയുള്ളതിനെ സബ്ജക്റ്റ് പ്ലസ് യു ഡിഡ്, അതായത് ഈ ഡിഡിനെ ഇപ്പുറത്ത് കൊണ്ടുവരാ, ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരാ. അത് ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും. യു ഡിഡ് ഓപ്പൺ ദ ലെറ്റർ എന്ന് എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് എഴുതണം? യു എന്ന് പകരം ഷിയോ ഹിയോ എഴുതുക. ഷീ. ഡിഡിന് പകരം എന്ത് വരണം? അവിടെ ഹാഡ് പ്ലസ് V3 ആണ്. ഡിഡ് അപ്പം ഹാഡായി. ഓപ്പൺ എന്താവണം? ഓപ്പൺഡ് ആവണം. ഷീ ഹാഡ് ഓപ്പൺഡ് ദ ലെറ്റർ എന്ന് 2 3
ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതുക. ഇപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പായി, ഇത് സെക്കൻഡ് സ്റ്റെപ്പായി, ഇത് തേർഡ് സ്റ്റെപ്പായി. ആദ്യത്തെ സ്റ്റെപ്പുകളിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി പോവുക. അതിനുശേഷം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരണം? യുവിന് പകരം ഇവിടെ ഹി ആവണം. ഹി ഹാഡ് ഓപ്പൺഡ് ദ ലെറ്റർ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഷീ സെഡ് ഡു യു ബിലീവ് മീ? കണ്ടോ? അപ്പൊ ഇവിടെ എങ്ങനെ എഴുതണം? ഷീ സെഡ്, ഷീ സെഡിന് പകരം ഇവിടെ എന്ത് എഴുതണം? ഷീ ആസ്ക്ഡ് ഡു യു, യു ഡു എന്നാവണം അല്ലേ? അപ്പം യുവിന് പകരം ഹി ആയി. ഹി ഡിഡ് ബിലീവ്, ഡു എന്താവണം? ഡിഡ് ആവണം. ഡിഡ് ബിലീവ് എന്താണ്? ബിലീവ്ഡ്. സോറി, ഇവിടെ നമ്മൾ ഡൂവിന് മുമ്പ് എന്താ എഴുതിയില്ല? ഇഫ് ഓർ വെദർ എഴുതിയില്ല. അപ്പൊ ഡൂവിന് മുമ്പ് എന്ത് എഴുതണം? ഇഫ് എഴുതണം. ഓക്കെ, ഇഫ് ഹി ഡു ബിലീവ് എന്താവും? ഡിഡ് ബിലീവ് ആവും. അതായത് ഇഫ് ഹി ബിലീവ്ഡ് ഹർ. Okay, അപ്പോൾ നോക്കൂ. He said, did you open the letter? He asked if he had opened the letter. She said, do you believe me? She asked if he believed her. Okay, അങ്ങനെ ഇത് നമ്മൾ ക്വസ്റ്റ്യൻസും നമ്മൾ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസിലേക്ക് പോകാം. ഓർമ്മയുണ്ടാവുമല്ലോ. ഇപ്പോൾ എക്സ്ക്ലമേഷൻ മാർക്ക് കാണുന്നതെല്ലാം എന്തായിരിക്കും? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. He said, alas, alas കാണുമ്പോഴേ മനസ്സിലായിക്കോണം. exclaimed. He died. അപ്പൊ ഇവിടെ എന്ത് പറയണം? He saidന് പകരം നമ്മൾ എന്ത് എഴുതണം? അവിടെ he exclaimed. alas കാണുമ്പം അതിന് പകരം നാം എഴുതേണ്ട ഫ്രേസ് ആണ് he exclaimed sadly. വിഷമത്തോടെ അല്ലേ? he exclaimed sadly that he had died. Okay, he had died. Okay, അവിടെ ഹാപ്പി ആണെങ്കിൽ ഹാപ്പിലി എഴുതണം, സാഡ് ആണെങ്കിൽ സാഡിൽ എഴുതണം. ഇനി മറ്റു ക്വസ്റ്റ്യൻ പറയാം. she said, what a beautiful sight it is. What നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ഹാപ്പി ആണോ സാഡ് ആണോ എന്താണ് എന്നുള്ളത് നമുക്ക് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം. What a beautiful sight it is. അപ്പൊ ഇവിടെ എന്താ നമുക്ക്? she exclaimed that ഇറ്റ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ് അല്ലേ ഇതിന്റെ പ്രത്യേകത, ഇതിന്റെ പറയുന്നത്. അപ്പൊ ഇറ്റ് ഈസ് എന്താവണം? ഓർമ്മയുണ്ടല്ലോ, ഇതിനെ ആദ്യം ഒരു സാധാ സെന്റൻസ് ആക്കണം. സെന്റൻസ് ആക്കിയതിനു ശേഷം അതിനെ എക്സ്ക്ലെയിം ചെയ്യുക. ഓക്കെ, എക്സ്ക്ലെയിം ആയിട്ട് എക്സ്ക്ലെയിംഡ് ആയിട്ട് പറയാം. ഷീ എക്സ്ക്ലെയിംഡ് ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ സൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് എക്സ്ക്ലമേറ്ററി കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാണ്? ഒരു സെന്റൻസ് കൂടി പഠിച്ചാൽ, ഒരു ടൈപ്പ് ഓഫ് സെന്റൻസ്. ഏതാണത്? ഓർമ്മയുണ്ടാവുമല്ലോ, ഇംപെറേറ്റീവ് സെന്റൻസ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതിന്റെ വിശദമായ വീഡിയോകൾ ഇതിനു മുമ്പുള്ള 3 ക്ലാസ്സുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോകൾ കാണാത്തവർ വാച്ച് ദാറ്റ് വീഡിയോസ്, സബ്സ്ക്രൈബ് ദ ചാനൽ, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ. അപ്പോൾ നമുക്ക് അടുത്തത് ഇംപെറേറ്റീവ് സെന്റൻസിലേക്കാണ് പോകുന്നത്. നോക്കൂ, imperative. Okay, teacher said, open the door. ഇപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസ് മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും എളുപ്പ വഴിയെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു.
ഓപ്പൺ ഓപ്പൺ എന്ന് പറയുന്നത് വെർബാണ്. ഫസ്റ്റ് വെർബ് കണ്ടാൽ മനസ്സിലായിക്കോളും ഇമ്പറേറ്റീവ് ആണ്. റിക്വസ്റ്റ് ആണെങ്കിലും ഓർഡർ ആണെങ്കിലും കമാൻഡ് ആണെങ്കിലും ഒക്കെ ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ ഒരു ഓർഡർ പറയാണ്. അപ്പൊ ടീച്ചർ സെയ്ഡ് എന്നുള്ളത് എന്താവണം? ടീച്ചർ ഓർഡേഡ്. ഓർഡേഡ് വന്നു കഴിഞ്ഞാൽ ഓർത്തോണം അതിൻ്റെ കൂടെ ടു ആഡ് ചെയ്തേക്കുക. റിക്വസ്റ്റഡ് വന്നാലും ഓർഡേഡ് വന്നാലും കമാൻഡ് വന്നാലും ഒക്കെ ടു ആഡ് ചെയ്തേക്കുക. ഓർഡേഡ് ടു ഓപ്പൺ ദ ഡോർ. ഓക്കെ. ഇനി he said please give me some food. നോക്കിക്കോളൂ, ഞാൻ പറഞ്ഞത് മറന്നു പോകരുത്. ഓർഡേഡ് വന്നാലും കമാൻഡ് വന്നാലും അഡ്വൈസ് വാർണിംഗ് ഒക്കെ വരുമ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അവിടെ ടു ആഡ് ചെയ്യുക. ഒപ്പം വരേണ്ട ചേഞ്ചസ് മാത്രം വരുത്തുക. ഹീ പ്ലീസ് വരുമ്പോൾ എന്തായിരിക്കും ഇവിടെ? റിക്വസ്റ്റ് അല്ലേ? ഹീ റിക്വസ്റ്റഡ്. പിന്നെന്താ ആഡ് ചെയ്യണം? ടു ഗീവ് തന്നെയാണ്, മാറ്റമില്ല. മീ ഹീക്ക് വരണം അല്ലേ? അപ്പൊ അവിടെ എന്താ ആഡ് ചെയ്യണം? ഗീവ് ഹിം സം ഫുഡ്. ഏറ്റവും എളുപ്പമാണ്, പക്ഷെ നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ഷോർട്ടൻ ചെയ്തുകൊണ്ട് വിത്തിൻ 10 മിനിറ്റ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ മനസ്സിലാക്കേണ്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ട്രിക്കാണ് ഞാൻ പറയുന്നത്. വെർബിൻ്റെ ടെൻസിൻ്റെ മാറ്റങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ്. അതായത് ഡു ഡസ് എന്താവണം? ഡിഡ് ഫോം ഓഫ് ദ വെർബായി മാറ്റുക. ഡിഡ് എന്താവണം? അപ്പോൾ ഹാഡ് ബീൻ, സോറി ഹാഡ് പ്ലസ് V3 form of the verb. Then am, is, are എന്തായി മാറണം? was or were ആയി മാറുക. was or were എന്തായി മാറണം? had been ആയി മാറുക. പിന്നെന്താണ്? has, have എന്താകണം? had ആകുക. had എന്താകണം? ഹാഡ് ഒരു വെർബിനോടൊപ്പമാണ് വരുന്നതെങ്കിൽ അത് ഹാഡായി തന്നെ ഇടുക. അല്ല ഹാഡ് ആണ് അവിടുത്തെ വെർബെങ്കിൽ ഹാഡായി മാറുക. അതായത് ഐ ഹാഡ് എ കാർ എന്നാണെങ്കിൽ അത് ഷീ ഹാഡ് എ കാർ എന്നും, ഐ ഹാഡ് ഹെൽപ് ടു മൈ മദർ എന്നാണെങ്കിൽ ഹി ഹാഡ് ഹെൽപ് ടു മൈ മദർ എന്ന് മാത്രവും എഴുതുക. ഹിസ് മദർ. ഓക്കെ. ഇനി വില്ലോ ഷാൾ, വുഡ് ഓർ ഷുഡ് ആവട്ടെ. പിന്നെ ക്യാൻ, കുഡ്, മേ, മൈറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഭാരമാവില്ല. ഇത് ടെൻസിൻ്റെ ഭാഗത്തു നിന്നും ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ടെൻസിൻ്റെ ചേഞ്ചസ് ആണ് ഓക്കെ ഈ പറഞ്ഞത്. ഇനി ക്വസ്റ്റ്യൻസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. എപ്പോഴും റിപ്പോർട്ടിംഗ് വെർബായ ആസ്റ്റിന് ശേഷം എന്താണ്? ഒന്നുകിൽ അവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഓർ ഇഫ് ഓർ വെദർ എഴുതുക. അതിനുശേഷം പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് എന്ന രീതിയിൽ എഴുതുക. ഓക്കെ. അപ്പം മുമ്പുള്ള ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഇഫ് ഓർ വെദർ വരുന്നു. എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇഫ് ഓർ വെദർ വരുന്നു. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് തന്നെ എഴുതുക. അതിനുശേഷം സബ്ജക്റ്റ് എഴുതുക. പിന്നീട് ഓക്സിലറി വെർബിനെയും റൂട്ട് വെർബിനെയും ചേർത്ത് കൊണ്ടുള്ള വെർബ് എഴുതുക. അതിനുശേഷം ഒബ്ജക്റ്റ് കേസ് എഴുതുക. ഓക്കെ. ഇനി ഇമ്പറേറ്റീവ് സെന്റൻസുകളാണെങ്കിൽ എന്താണ്? ഇമ്പറേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ഓർഡേർഡ് ടു, റിക്വസ്റ്റഡ് ടു, അങ്ങനെ എല്ലാം ടു മാത്രം ചേർത്തിട്ട് എഴുതുക. ഇതാണ് ടിപ്സ് ഫോർ ചേഞ്ചിങ് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇനി എക്സ്ക്ലമേറ്ററി ആണെങ്കിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണെങ്കിൽ
എന്താണ് അവിടുത്തെ ചേഞ്ച്? എക്സ്ക്ലെയിംഡ് എഴുതുക, സെൻറ്റൻസിനെ എക്സ്ക്ലെയിംഡ് എഴുതാം, എക്സ്ക്ലെയിംഡ് ദാറ്റ് എഴുതാം. എന്നിട്ടോ സെൻറ്റൻസിനെ സ്റ്റേറ്റ്മെൻറ്റായി കൺവേർട്ട് ചെയ്യുക. സാഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ സാഡിലി ചേർത്ത് എഴുതാം, എക്സ്ക്ലെയിംഡ് സാഡിലി അല്ലെങ്കിൽ എക്സ്ക്ലെയിംഡ് ഹാപ്പിലി. ഇങ്ങനെ ഇപ്രകാരം വളരെ വിശദമായി നാം റിപ്പോർട്ടഡ് സ്പീച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവർ ആ വീഡിയോസ് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവിടെ നാം റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ പ്രധാനമായ എക്സസൈസുകളും എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ഇനി വരുന്ന വീഡിയോകളിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ എപ്പോഴും നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് കടന്നു പോകുന്നത്. സ്റ്റുഡൻസിന് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ നൽകുന്നത്. സോ യു ഷുഡ് വാച്ച് ദറ്റ് വീഡിയോസ് വെരി കെയർഫുള്ളി. ഇതിനു മുമ്പുള്ള വീഡിയോസും കാണുക, ഇനി വരുന്നുള്ള വീഡിയോസും ശ്രദ്ധിക്കുക. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകതകളും പ്രാധാന്യവും മനസ്സിലാക്കുക. വാച്ച് ദാറ്റ് ഓൾ വീഡിയോസ്, subscribe the channel, like, comment and share. So thank you for watching. Signing off, Hasina Ibrahim.